ലഹരിക്കെതിരെ ബോധവൽക്കരണ ബൈക്ക് റാലി കാട്ടാക്കടയിൽ നിന്നും പുറപ്പെട്ടു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി എം വിശാഖ് ജാഥ ക്യാപ്റ്റനായി തിങ്കളാഴ്ച രാവിലെ നെടുമങ്ങാട് നിന്നും ആരംഭിച്ച ബൈക്ക് റാലി 11 മണിക്ക് കാട്ടാക്കട ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നടന്ന സ്വീകരണം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നാട് എങ്ങോട്ടാണ് വഴിമാറി സഞ്ചരിക്കുന്നത് എന്നത് അടുത്ത കാലത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നമുക്ക് കാട്ടിത്തരികയാണ്. പ്രധാനമായും പോലീസും എക്സൈസ് വകുപ്പും വളരെ നിർലോഭമായ പ്രവർത്തനമാണ് അവർ നടത്താക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി നമ്മുടെ കൊച്ചുകുട്ടികൾക്കും യുവാക്കളുടെയും ഇടയിലേക്ക് ലഹരി മാഫിയ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് രൂപപ്പെടുകയാണ്. നമ്മുടെ കൊച്ചു മലയാളികൾ അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കാണ് നമ്മുടെ സാക്ഷര കേരളമെന്നും വിദ്യാഭ്യാസ കേരളമെന്നും പറയുന്ന ഈ സമൂഹത്തിൽ തന്നെ ഒരു നാടിൻ്റെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ലഹരിയുടെ വിപത്ത് മാറുകയാണ്. ആ ലഹരി മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ എത്തപ്പെടാതിരിക്കാൻ നമുക്ക് മുഴുവൻ ആളുകൾക്കും ഒന്നിച്ചണിചേർന്നുകൊണ്ട് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വം തന്നെ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ഈ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ഫ്ലാഷ് മോബുകളും ഡ്രീം കേരള ബൈക്ക് റാലിയൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിന് ഈ നാടിൻ്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കും അതുവഴി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഇത് ഏറ്റെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാവിനെയും ഈ ഡ്രീം കേരള ബൈക്ക് റാലിയെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കാട്ടാക്കടയിലെ വ്യാപാരി പ്രതിനിധികൾ, KSRTC സ്റ്റാഫുകൾ തുടങ്ങിയവർ സ്വീകരണം നൽകി. കാട്ടാക്കടയിൽ ഫ്ലാഷ് മോബും മായമും നടന്നു. നെടുമങ്ങാട്, വാമനപുരം എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഒരേ സമയം ആരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒരു പൊതു ഇടത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്വീകരണങ്ങൾ ഒരുക്കി. ആ സ്വീകരണ കേന്ദ്രത്തിൽ കുട്ടികളുടെ ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ്, ലഹരിവിരുദ്ധ മൈം ഷോ എന്നിവ അവതരിപ്പിച്ച് വൈകുന്നേരം 4:30 മാനവീയം വീഥിയിൽ സമാപിച്ചു. ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ ക്ഷണിച്ച ഈ വ്യക്തി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ലൈബ്രറി കൗൺസിൽ, വ്യാപാരി വ്യവസായി, ഇവർ ഈ സമൂഹം ഒറ്റക്കെട്ടായതിനാൽ മാത്രമേ ഈ ലഹരിയെ നമുക്ക് ഇവിടെ തുടച്ചു മാറ്റാൻ കഴിയുള്ളൂ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിൽ പോലീസും എക്സൈസും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രോഗ്രാം ഏർപ്പെടുത്തിയത്. വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഈ പ്രോഗ്രാം വിജയിക്കുന്നതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങൾക്ക് ഇടയിൽ കാര്യമായിട്ടുള്ള ഒരു അവബോധം, ചെറുപ്പക്കാർക്കിടയിൽ കാര്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തിരുവനന്തപുരം ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ നവോദയ വി കൃഷ്ണൻകുട്ടി അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ലൈബ്രറി കൗൺസിലിന് വേണ്ടി രാജഗോപാൽ സാർ സ്വീകരണം നൽകുന്നു. സാർ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വ്യാപാരി സന്തോഷ് കുമാർ ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നു. അടുത്തതായി ഇവിടെ KSRTCക്ക് വേണ്ടി ജോസ് സഹായം സ്വീകരണം നൽകുന്നു. നമ്മൾ ലഹരിക്കുള്ള പോരാട്ടം കുറേ കാലങ്ങളായി നമ്മൾ വിമുക്തി എന്ന പ്രവർത്തനം 2014 സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ലഹരിക്കെതിരെ അവബോധം പൊതുജനങ്ങളിലേക്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം തുടങ്ങിയത്. എങ്കിൽ അന്ന് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വിമുക്തിയുടെ പ്രവർത്തനങ്ങളുമായി ചെല്ലുമ്പോൾ ഒട്ടേറെ അവഗണന നേരിട്ടുള്ള ഒരു വിഭാഗമാണ് കേരളത്തിലെ എക്സൈസ് വിഭാഗം. എന്നാൽ കാലം ഇന്ന് കേരളത്തിലെ എക്സൈസിനെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പൊതുജനങ്ങളാകെ വ്യത്യസ്തമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇത് നാം ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനെ, നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ഈ മഹാവിപത്തിനെതിരായുള്ള അതിശക്തിയായ പോരാട്ടത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ റാലിയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്.